വിവിധ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ മാസങ്ങളോളം മുടങ്ങിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് കൃത്യമായി എത്ര പേർക്ക് ക്ഷേമ പെൻഷനുകൾ അതാത് സമയത്ത് കിട്ടി എന്നുള്ള പരിശോധന ഒന്നുകൂടി നടത്തണം. എന്നിട്ട് വി.ഡി. സതീശൻ സർക്കാരിനെ കുറ്റപ്പെടുത്തണം. ഇപ്പോൾ ഈ സാമൂഹ്യ ക്ഷേമ സുരക്ഷാ പെൻഷനുകളൊക്കെ തന്നെ സഹകരണ ബാങ്കിൽ നിന്ന് മാറ്റി സാധാരണഗതിയിലുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകളിലേക്കും അതുപോലെയുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കും അതുവഴിയാണ് പെൻഷൻ നൽകുന്നത്, ഈ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ നൽകുന്നത് എന്നുള്ള ഒരു വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതായത് അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഇതിന് കൃത്യമായ ഒരു മറുപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ബാങ്കുകൾ വഴി, ഇത്തരം ബാങ്കുകൾ വഴി സഹകരണ ബാങ്കുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന ഈ രീതിയെ അനുകൂലിച്ചുകൊണ്ടാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനോട് പലരും പ്രതികരിക്കുന്നത്. മാത്രമല്ല, സഹകരണ ബാങ്കുകൾ വഴി ഈ പണം ആൾക്കാരുടെ കയ്യിൽ കൊണ്ട കൊടുക്കുന്ന ഈ പരിപാടിയിൽ ധാരാളം തട്ടിപ്പ് നടന്നതായുള്ള വാർത്തകൾ, അതായത് ഈ സഖാക്കൾ പലരും, കാരണം ഈ സഹകരണ ബാങ്കുകൾ പലതും ഭരിക്കുന്നത് CPM ആണ്, അവരെ പൂവിട്ട് പൂജിച്ച് അവരുടെ കാലിൽ നമസ്കരിച്ച ശേഷം ഈ പെൻഷനുകൾ ഏറ്റുവാങ്ങുന്ന ഈ രീതി സാധാരണക്കാരായ പല ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള പരാതി നേരത്തെ ഉണ്ടായിരുന്നു, ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബാങ്കുകൾ വഴി കൃത്യമായി അതത് അർഹതപ്പെട്ട വ്യക്തിയുടെ അക്കൗണ്ടിൽ എത്തുന്നു എന്ന ഈ രീതി ഇപ്പോൾ നടപ്പിലാക്കുന്നു, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള ആ വാർത്തയോട് പലരും പോസിറ്റീവായിട്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണം സർക്കാരിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ തകിടം മറിക്കുന്നു എന്നുകൂടിയാണ് അദ്ദേഹം പരാതിപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം മറ്റ് പല കാര്യങ്ങളാണ്. സഹകരണ ബാങ്കുകൾ വഴി ഇത്തരത്തിൽ സഖാക്കൾ തട്ടിപ്പ് നടത്താനും പണം അടിച്ചു മാറ്റാനും നേരത്തെ തലശ്ശേരിയിൽ ഒരു ബിജു എന്ന് പറയുന്ന സഖാവ് അർഹതപ്പെട്ട ആളുകളുടെ ക്ഷേമ പെൻഷൻ അടിച്ചുമാറ്റി മറിച്ചിട്ട് കിട്ടിയില്ല എന്ന് വരുത്തി തീർത്തു. ഇദ്ദേഹം ഇത് വാങ്ങിക്കൊണ്ടുപോയി എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സുതാര്യത എന്ന് പറയുന്നത് വരുന്നു. ആ സുതാര്യമായ ആ ഒരു ഇടപാടിന് എതിരെയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഈ ഒരു പോസ്റ്റിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോലും അതൊക്കെ വെറും തൊടുന്യായങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ മുടന്ത ന്യായങ്ങൾ മാത്രമാണ് എന്നുള്ള ഒരു പ്രതികരണം കൂടി വന്നിരിക്കുന്നു. ക്ഷേമ പെൻഷൻ ഇപ്പോൾ കൃത്യമായി കിട്ടാനുള്ള എല്ലാവിധ നടപടിയും പുരോഗമിക്കുന്നുണ്ട്. സർക്കാർ അത് സംബന്ധിച്ച കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക്, പ്രത്യേകിച്ചും വയോജനങ്ങൾക്കൊക്കെ തന്നെ ഈ പെൻഷൻ കൃത്യമായി കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അന്നേരമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും അതൊക്കെ കൃത്യമായി കൊടുക്കാനുള്ള ആ ഒരു ശ്രദ്ധ വി.ഡി. സതീശൻ സർക്കാർ കാണിക്കുന്നു എന്നത് തീർച്ചയായിട്ടും ശ്ലാഘനീയമായ കാര്യം തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ ഉള്ള പിണറായി വിജയൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത്. മാധ്യമങ്ങളിൽ 400 നോട്ട് കയ്യിൽ കൊടുത്ത് വെളുക്കച്ചിരിക്കുന്ന ഫോട്ടോ എടുത്ത ശേഷം 2 പാർട്ടി ഫണ്ടിലേക്ക് എന്ന് പറഞ്ഞ് സ്വന്തം കീശയിലേക്ക് അടിച്ചു മാറ്റുന്ന ഒരു രീതി സഖാക്കൾക്ക് ഉണ്ടായിരുന്നു എന്ന് ഈ വാർത്തയോട് പലരും പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ പാവങ്ങളുടെ പൈസയിൽ നിന്ന് കക്കൽ നടക്കൂല, ഇനി അങ്ങോട്ട് പോയി വല്ല പണിയും ചെയ്ത് ജീവിക്കൂ എന്ന് കമൻറ്റുകൾ ഇടുന്നവരുമുണ്ട്. മാസപ്പടി എന്തായി, അതെങ്ങനെയാണ്? കിടപ്പ് രോഗികൾക്കും ബാങ്കിൽ പോയി പണം വാങ്ങാൻ കഴിയാത്ത ആളുകൾക്കും ATM-ൽ നിന്ന് പണമെടുക്കാൻ കഴിയാത്തവർക്കും വീട്ടിലെത്തിക്കുന്ന സ്ഥിതി തുടരും. രാഷ്ട്രീയമായി ചിലയിടത്ത് ഇതിനെ ദുരുപയോഗം ചെയ്യുന്നതായി പല പരാതികളും ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ തവണ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ചില ആളുകൾ പിടിച്ചുവെച്ച് വൈകിപ്പിച്ചതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പെൻഷൻ തിരിമറിയും നടന്നിരുന്നു. അതിനൊക്കെയുള്ള ഒരു മറുപടിയായി ഇത് ബാങ്കുകളിൽ എത്തുന്ന ഒരു നിയമ വ്യവസ്ഥ കർശനമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വീടുകളിൽ എത്തിച്ച് ചിലർ തങ്ങൾ കൊടുക്കുന്ന ഔദാര്യമാണ് എന്നുവരെ പറഞ്ഞു പരത്തി വോട്ട് വാങ്ങിച്ച ചരിത്രവും പലപ്പോഴും CPM-നുണ്ട്. AKG സെൻറ്ററിൽ നിന്നാണ് ഇത് കൊടുക്കുന്നത്, പാർട്ടിയാണ് തരുന്നത്, പാർട്ടി നേതൃത്വത്തിലാണ് ഇതൊക്കെ തരുന്നത്, ഇത് സർക്കാരിൻ്റെ ഒരു ഔദാര്യമാണ് എന്ന രീതിയിൽ പല ദുഷ്പ്രചരണങ്ങളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നു. ഇനി ആ പ്രചരണങ്ങളൊന്നും നടക്കില്ല. കൃത്യമായി ബാങ്ക് അക്കൗണ്ടിൽ പണം എത്തുന്നു, അത് കൃത്യമായി ആളുകളിലേക്ക് എത്തുന്നു. അത് ഇപ്പോൾ ATM വഴിയാണെങ്കിലും മറ്റ് സംവിധാനങ്ങൾ വഴിയാണെങ്കിലും ഒക്കെ തന്നെ അതെടുക്കാനുള്ള ആ ഒരു രീതികളും അതിൻ്റെ നടപടികളും ഒക്കെ ഇന്ന് വളരെ എളുപ്പമാണ്.
ഇപ്പോൾ വയ്യാതെ കിടക്കുന്ന ആളുകൾക്കാണെങ്കിൽ അവരുടെ മക്കളെയോ അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവരെയോ വിട്ട് പണമെടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പണം വേറൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് മാറ്റാൻ സാധിക്കും. ഗൂഗിൾ പേ അക്കൗണ്ട് വഴി മാറ്റാൻ സാധിക്കും. മരുന്ന് വാങ്ങാനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ ഉപകാരപ്പെടും. ഇത് ഈ സഹകരണ ബാങ്കുകൾ വഴി ഇത്തരത്തിൽ ഒരു വല്ലാത്ത പ്രചരണം നടത്തി, അതായത് തെറ്റായ പ്രചരണം നടത്തി, ഇത് പാർട്ടി തരുന്നതാണ്, ഇതിൽ നിന്ന് പാർട്ടി ഫണ്ടിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധമായും ബലമായും വയോജനങ്ങളുടെയൊക്കെ പെൻഷൻ അടിച്ചു മാറ്റിയ ആളുകളാണ് ഈ വർത്തമാനം പറയുന്നത്. ആ ആളുകളുടെയൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ഈ രീതിയിൽ ഇവിടെ സർക്കാരാണ് കൊടുക്കുന്നത്. പണ്ട് കോവിഡ് കാലത്ത് ഇന്ത്യൻ റെയിൽവേ പ്രത്യേകമായി ഏർപ്പെടുത്തിയ ട്രെയിനിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ നാട്ടിലേക്ക് അയക്കുന്ന പരിപാടി പിണറായി വിജയനാണ് ഏർപ്പെടുത്തി കൊടുത്തത് എന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സഖാവ് പ്രസംഗിപ്പിച്ചതും ഇവരെ ഈ പാവം പിടിച്ച ഈ തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ചതുമൊക്കെ ഓർമ്മ വരുന്നു. ഇത്തരത്തിൽ തെറ്റായ ധാരണകൾ പടർത്തിക്കൊണ്ട് പാവപ്പെട്ടവരെ പറ്റിക്കാൻ CPM എന്നും മുൻകൈയെടുത്തിട്ടേ ഉള്ളൂ. ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു കാര്യം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സഹകരണ ബാങ്കുകളൊക്കെ ഭരിക്കുന്നത് ഇവരാണ്. അപ്പം സഹകരണ ബാങ്കിൽ നിന്ന് ജീവനക്കാർ ഇത്തരത്തിൽ പണം കൊണ്ട കൊടുക്കുന്നു, അവരിൽ നിന്ന് ഈ പാർട്ടി ഫണ്ടിലേക്ക് പണം ആവശ്യപ്പെടുന്നു എന്ന രീതി ഇപ്പോഴും തുടരുന്നുണ്ട് പലയിടങ്ങളിലും. അത് പരാതിയായി വരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മാറ്റം വന്നത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത്. എന്തൊക്കെയായാലും ശരി, സുതാര്യമായ രീതിയിൽ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാൻ VD സതീശൻ സർക്കാർ മുൻകൈ എടുത്തു എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ബാങ്ക് വഴിയാണെങ്കിൽ എല്ലാം സുതാര്യമായി തന്നെ കൃത്യമായി ആളുകളുടെ കയ്യിലെത്തും. ഇതിനിടയിലൂടെ കളിക്കുന്ന സഹകരണ ബാങ്കുകളിലെ സഖാക്കളുടെ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകൾ ഭരിക്കുന്നവരുടെ, സഹകരണ ബാങ്കിലെ പാവപ്പെട്ടവരുടെ പണമടിച്ചു മാറ്റുന്ന CPM സഖാക്കളുടെ ഇടപാടുകളോ അട്ടിമറികളോ ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് എന്ന് വിലയിരുത്തപ്പെടുന്നുമുണ്ട്. ഇനിയും ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ആരെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുന്നത് വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ആക്കുകയോ അവനവൻ്റെ പേരിൽ ചെയ്യുന്നതിന് പകരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം. അദ്ദേഹം ഈ 10 വർഷം ഭരിച്ചപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് പല വിഷയങ്ങളിലും പ്രതികരിച്ചത്. പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും മിണ്ടാതെ ആളുകൾക്ക് നേരെ തട്ടിക്കയറുന്ന രീതിയിലാണ് പിണറായിയുടെ ആ ഒരു പ്രതികരണം പലപ്പോഴും വന്നതും. ഏത് കാര്യത്തിലായാലും നഴ്സുമാരുടെ ശമ്പള വിഷയത്തിലൊക്കെ മാധ്യമങ്ങളെ അടക്കം വെറും അപഹസിക്കുന്ന രീതിയിലൊക്കെ തന്നെ പെരുമാറി. അതുപോലെ തന്നെ പലതിനും കൃത്യമായി മറുപടി പറഞ്ഞില്ല. ഒക്കെ ശരിയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ മാറ്റി നിർത്തിയത്, നിങ്ങളെ ഓടിച്ചു വിട്ടത്. കണ്ണൂർ ജില്ലയിലടക്കം നിങ്ങൾക്കുണ്ടായ തിരിച്ചടികൾക്കൊക്കെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയാണ്. പിണറായി വിജയൻ്റെ പ്രവൃത്തിയും പിണറായി വിജയൻ്റെ ഏകാധിപത്യവും അദ്ദേഹത്തോട് കൂടെ നിൽക്കുന്ന കുറേ സഖാക്കളുടെ തോന്നിയാസവുമാണ് ഈ 10 കൊല്ലവും ഇവിടെ നടന്നത്. അത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും പിന്നെ പറയാനേയില്ല. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോയത്. പെൻഷൻ എത്ര മാസം, എത്ര കാലം, എത്ര പേർക്ക് മുടങ്ങി? ക്ഷേമ പെൻഷൻ കിട്ടാൻ വേണ്ടി സമരം ചെയ്തവർ എത്ര പേരുണ്ട്? വയോജനങ്ങളെ എത്ര പേരെ ബുദ്ധിമുട്ടിച്ചു? മറിയക്കുട്ടി അമ്മച്ചിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. എന്തൊക്കെയായാലും ശരി, ഇത് സുതാര്യമായൊരു കാര്യമാണ്. ഈ സുതാര്യതയിലൂടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധാരണാജനകമായിട്ട് ഒരു പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നത് ശരിയായ രീതിയല്ല. ജനങ്ങൾ എല്ലാം കാണുന്നു, എല്ലാം തിരിച്ചറിയുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സഹകരണ ബാങ്കിലെ സഖാക്കളുടെ ഉഡായിപ്പ് പരിപാടിയൊന്നും ഇനി ഇവിടെ നടക്കില്ല. നിങ്ങൾക്ക് പാർട്ടി ഫണ്ടിലേക്ക് നിങ്ങൾ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും പാവപ്പെട്ടവരിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന പരിപാടിയും ഒന്നും ഇനി നടക്കില്ല എന്ന് തന്നെ മനസ്സിലാവുന്നു. അതിൽ നിന്ന് ഉണ്ടായ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളതാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാകുന്നത്.